$10,000 ക്വാഡ്രില്യൺ. നാസയുടെ 16 സൈക്കിൾ മിഷൻ അനൗൺസ് ചെയ്തപ്പോൾ വാർത്തകളിൽ ഏറെ ആവർത്തിക്കപ്പെട്ട ഒരു ഹൈപ്പ് നമ്പറാണ്. ഭൂമിയുടെ മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ ഏകദേശം 70,000 ഇരട്ടി. ഈ ഒരൊറ്റ നമ്പറാണ് ആസ്ട്രോയിഡ് മൈനിങ് എന്ന വാക്കിനെ ഇത്രയധികം ഹൈപ്പ് കൊടുത്തത്. പക്ഷേ ഈ സംഖ്യ ഒരു യഥാർത്ഥ വിലയല്ല. അത് വളരെ മിസ്ലീഡിംഗ് ആയ ഒരു ഹൈപ്പോത്തറ്റിക്കൽ കണക്ക് മാത്രമാണ്. അല്ലെങ്കിൽ അതൊരു പാതി സത്യം മാത്രമാണ്. ബഹിരാകാശത്തുള്ള ഒരു വസ്തുവിന് ഭൂമിയിലെ മാർക്കറ്റ് വില നൽകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ പാറകഷ്ണങ്ങൾ യഥാർത്ഥത്തിൽ ബഹിരാകാശത്ത് കറങ്ങി നടക്കുന്ന ലോട്ടറി ടിക്കറ്റുകളല്ല. ഇവ സൗരയൂഥത്തിൻ്റെ ശവപ്പറമ്പിലെ അവശേഷിപ്പുകളാണ്. പക്ഷേ ഈ ഹൈപ്പുകൾക്കെല്ലാം അപ്പുറം അവിടെ യാഥാർത്ഥ്യത്തിൽ എന്താണുള്ളത്? എന്തുകൊണ്ട് ചില ചിഹ്നഗ്രഹങ്ങൾ മാത്രം വെറും പാറകളായും ചിലത് ശുദ്ധമായ ലോഹങ്ങളായും മാറി? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി നമ്മൾ പോകേണ്ടത് 4.5 ബില്യൺ വർഷം പുറകിലേക്കാണ്. വെൽക്കം, ഇറ്റ്സ് ഇൻഫോ ടൈം. സൗരയൂഥം രൂപപ്പെട്ട കാലത്ത് പൊടിപടലങ്ങൾ ചേർന്ന് പ്രോട്ടോ പ്ലാനറ്റ്സ് രൂപപ്പെട്ടു. ഇവയ്ക്കന്ന് അതിഭീമമായ ചൂടായിരുന്നു. 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ ചൂടുണ്ടായത്. 1, തുടർച്ചയായ കൂട്ടിയിടികൾ കൊണ്ടും 2, അലുമിനിയം 26 പോലുള്ള മൂലകങ്ങളുടെ റേഡിയോ ആക്റ്റീവ് ഡീക്കേ മൂലവും. ഈ ചൂടിൽ പാറകൾ ഉരുകി ദ്രാവക രൂപത്തിലായി. ഇവിടെയാണ് പ്ലാനറ്ററി ഡിഫറൻസിയേഷൻ എന്ന ഫിസിക്സ് പ്രവർത്തിക്കുന്നത്. ഉരുകിയ ദ്രാവകത്തിൽ സാന്ദ്രത കൂടിയ ഇരുമ്പും നിക്കലും മധ്യഭാഗത്തേക്ക് താഴ്ന്നുപോയി ഒരു കോർ രൂപപ്പെട്ടു. സാന്ദ്രത കുറഞ്ഞ സിലിക്കേറ്റുകൾ മുകളിലേക്ക് പൊങ്ങി ക്രസ്റ്റായി മാറി. എന്നാൽ ഈ ആദിമ ഗ്രഹങ്ങൾക്ക് പൂർണ്ണമായി വളരാൻ സമയം ലഭിച്ചില്ല. സൗരയൂഥത്തിലെ വമ്പൻ കൂട്ടിയിടികളിൽ അവ തകർന്നുപോയി. അങ്ങനെ ഒരു ഗ്രഹത്തിൻ്റെ ഉള്ളിലെ വ്യത്യസ്ത ലെയറുകൾ ബഹിരാകാശത്തേക്ക് തെറിച്ചുപോയി. ഈ ലെയറുകളെയാണ് നമ്മൾ ഇന്ന് വ്യത്യസ്ത തരം ആസ്ട്രോയിഡുകളായി കാണുന്നത്. ഈ ഛിന്നഗ്രഹങ്ങൾ ഓരോ കുടുംബത്തിലെ അംഗങ്ങളല്ല. അവ ഓരോന്നും സൗരയൂഥത്തിൻ്റെ വ്യത്യസ്ത കാലഘട്ടങ്ങളെയും വ്യത്യസ്ത ആവശ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നവയാണ്. ആദ്യം ഇരുളിൽ ഒളിച്ചിരിക്കുന്നവ, അതായത് സി ടൈപ്പ് കാർബണേഷ്യസ് ആസ്ട്രോയിഡ്സ്. ഇവയെ കണ്ടെത്തുക എന്നത് ആസ്ട്രോണമേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ്. ചാർക്കോൾ പോലെ ഇരുണ്ട ഇവയുടെ ആൽബിഡോ, അതായത് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. എന്നാൽ ഈ ഇരുട്ടിലാണ് മനുഷ്യരാശിയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഇന്ധനം ഒളിച്ചിരിക്കുന്നത്. ഇവ വെറും പാറകളല്ല, മറിച്ച് സൗരയൂഥമുണ്ടായ കാലത്തെ മാറ്റങ്ങളൊന്നും സംഭവിക്കാത്ത ആദിമ അവശിഷ്ടങ്ങളാണ്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവയുടെ ഉള്ളിലെ ഹൈഡ്രേറ്റഡ് മിനറൽസ് ആണ്. ലളിതമായി പറഞ്ഞാൽ പാറകൾക്കുള്ളിൽ ലോക്ക് ചെയ്യപ്പെട്ട ജലാംശം. ഇതൊരു തിയറി മാത്രമല്ല. 2023 സെപ്റ്റംബറിൽ നാസയുടെ ഒസൈറിസ് റെക്സ് മിഷൻ ബെന്യു എന്ന ഛിന്നഗ്രഹത്തിൽ നിന്നും, അതുപോലെ 2020 ഡിസംബറിൽ ജപ്പാന്റെ ഹയാബുസ 2 റേഗു എന്ന ഛിന്നഗ്രഹത്തിൽ നിന്നും സാമ്പിളുകൾ ഭൂമിയിൽ എത്തിച്ചു. പരിശോധനയിൽ കാർബൺ നൈട്രജൻ ധാരാളമുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് കണ്ടെത്തി. ബെന്യു സാമ്പിളുകളിൽ അമോണിയ അടക്കം നൈട്രജൻ റിച്ച് കെമിസ്ട്രി വളരെ ശക്തമാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ മൂല്യം ജീവൻ്റെ ഉത്ഭവത്തിലല്ല, മറിച്ച് റോക്കറ്റ് സയൻസിലാണ്. ഏത് ഛിന്നഗ്രഹമാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് എന്ന ചോദ്യത്തിന് സ്വർണ്ണമുള്ള എം ടൈപ്പ് എന്നല്ല ഉത്തരം, മറിച്ച് ഈ സി ടൈപ്പ് എന്നാണ്. കാരണം ബഹിരാകാശത്ത് വാട്ടർ എന്നാൽ ഫ്യുവൽ എന്നാണ്. ഇതിലെ ജലത്തെ ഇലക്ട്രോളിസിസ് വഴി വിഘടിപ്പിച്ചാൽ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ലഭിക്കും. ചുരുക്കത്തിൽ സി ടൈപ്പ് ആസ്ട്രോയിഡ്സ് ബഹിരാകാശത്തെ ഒഴുകി നടക്കുന്ന ഗ്യാസ് സ്റ്റേഷൻസ് ആണ്. ഇനി പുരാതന ഗ്രഹങ്ങളുടെ പുറന്തോട് ക്രസ്റ്റ് തകർന്നുണ്ടായ എസ് ടൈപ്പ് ഛിന്നഗ്രഹങ്ങളിലേക്ക് വരാം. സൗരയൂഥത്തിൻ്റെ ഇന്നർ ബെൽറ്റിൽ, അതായത് ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇവയാണ്. ഇവയെ ഇന്ധന പമ്പുകളായല്ല, മറിച്ച് ബഹിരാകാശത്തെ കൺസ്ട്രക്ഷൻ യാർഡ്സ്, അതായത് നിർമ്മാണശാലകളായാണ് കണക്കാക്കുന്നത്. സിലിക്കേറ്റുകൾക്കൊപ്പം നിക്കലും ഇരുമ്പും ചേർന്ന ഇവയാണ് ഭാവിയിലെ സ്പേസ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നട്ടെല്ല്. ബഹിരാകാശത്ത് വമ്പൻ സ്റ്റേഷനുകളോ കോളനികളോ നിർമ്മിക്കണമെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുക എന്നത് സാമ്പത്തികമായി അസാധ്യമാണ്. പകരം ഈ എസ് ടൈപ്പ് പാറകളെ ഒരുക്കി നമുക്ക് അവിടെ തന്നെ സ്ട്രക്ചറൽ മെറ്റീരിയൽസ് നിർമ്മിക്കാൻ സാധിക്കും. ഇവയെ പൊതുവെ പറയാറ് ബഹിരാകാശത്തെ ബ്രിക്സ് ആൻഡ് മോർട്ടാർസ് എന്നാണ്. എന്നാൽ എല്ലാവരുടെയും കണ്ണുടക്കി നിൽക്കുന്നത് ഇതിലൊന്നിലുമല്ല. ഇത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് വാല്യൂ ഉള്ള എം ടൈപ്പ് ആസ്ട്രോയിഡ്സ് ആണ്. ഇവിടെയാണ് കഥ മാറുന്നത്. ഇവ വെറും പാറകളല്ല. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു കൂട്ടിയിടിയിൽ പുറന്തോട് മുഴുവൻ നഷ്ടപ്പെട്ട പുരാതന ഗ്രഹങ്ങളുടെ എക്സ്പോസ്ഡ് കോറാണ്. എന്നാൽ പുതിയ പഠനങ്ങൾ നൽകുന്ന സൂചന മറ്റൊന്നാണ്. നാസയുടെ ഏറ്റവും പുതിയ വിലയിരുത്തൽ പ്രകാരം സൈക്കെ പോലുള്ളവ പോലും പൂർണ്ണമായും ലോഹമല്ല, മറിച്ച് ലോഹവും പാറയും കലർന്ന ഒരു മെറ്റൽ റോക്ക് മിക്സ് ആയിരിക്കാം, അതായത് ലോഹപാറ മിശ്രിതം. എങ്കിലും ഇതിൽ അടങ്ങിയിരിക്കുന്ന വിഭവങ്ങൾക്ക് മാറ്റമില്ല. ഇവിടെ ഇരുമ്പും നിക്കലും മാത്രമല്ല ഉള്ളത്. ഇവ പ്ലാറ്റിനം ഗ്രൂപ്പ് മെറ്റൽസായ പ്ലാറ്റിനം, പലേഡിയം, റോഡിയം, ഇറിഡിയം, റുഥീനിയം, ഓസ്മിയം കൂടാതെ സ്വർണവും അടങ്ങിയിരിക്കുന്നു.
നാസയുടെ 16 സൈക്കിൾ മിഷൻ ലക്ഷ്യം വയ്ക്കുന്നതും ഇത്തരമൊരു ലോഹലോകത്തെയാണ്. അതൊരു പാറയാണോ അതോ പൂർണ്ണമായും ലോഹമാണോ എന്ന് ഉറപ്പുവരുത്താൻ. ഇനി കാര്യങ്ങൾ, അതായത് അവയുടെ ഘടനയും ഉള്ളിലെ മൂലകങ്ങളും ഗവേഷകർ എങ്ങനെ അറിഞ്ഞു എന്ന് നോക്കാം. എല്ലാ ഛിന്നഗ്രഹങ്ങളിലും നമ്മൾ പോയി നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെയാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന വിദ്യ വരുന്നത്. സൂര്യപ്രകാശം ഒരു ഛിന്നഗ്രഹത്തിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ആ പാറയിലുള്ള മിനറൽസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് തരംഗദൈർഘ്യങ്ങളിൽ അബ്സോർപ്ഷൻ ഫീച്ചേഴ്സ് ഉണ്ടാക്കും. അതായത് പ്രകാശത്തിലെ ചില പ്രത്യേക നിറങ്ങളെ ആഗിരണം ചെയ്യുന്നു. ഇതൊരു വിരലടയാളം പോലെയാണ്. ഗവേഷകർ ബസ്റ്റെമിയോ ടാക്സോണമി ഉപയോഗിച്ച് ഈ പ്രകാശരേഖകളെ വിശകലനം ചെയ്യുന്നു, ഒരു ബാർകോഡ് സ്കാൻ ചെയ്യുന്നത് പോലെ. ആസ്ട്രോയിഡുകളിൽ നിന്ന് വരുന്ന പ്രകാശത്തെ അതിൽ വിസിബിളും നിയർ ഇൻഫ്രാറെഡ് ലൈറ്റും ഉണ്ടാവാം. ഇവയെ വിശകലനം ചെയ്ത് അവിടെ വെള്ളമുണ്ടോ ലോഹമുണ്ടോ അതോ വെറും പാറയാണോ എന്ന് നമുക്ക് ഭൂമിയിൽ ഇരുന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. സ്പെക്ട്രോസ്കോപ്പി വഴി ഒരു സ്വർണ്ണപ്പാറ കണ്ടെത്തിയെന്ന് കരുതുക. പക്ഷേ അടുത്ത ചോദ്യം അതിലും വലുതാണ്. നമുക്ക് അവിടെ വരെ പോകാനുള്ള ഇന്ധനമുണ്ടോ? ബഹിരാകാശ യാത്രയിൽ ദൂരത്തേക്കാൾ പ്രധാനമായൊരു പ്രശ്നമുണ്ട്. ശൂന്യതയിൽ ഒരിക്കൽ വേഗത കൈവരിച്ചാൽ പിന്നെ ഇന്ധനമില്ലാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ പ്രശ്നം നിർത്തുക അല്ലെങ്കിൽ തിരിക്കുക എന്നിവയാണ്. ഇതിന് വേണ്ട ഊർജ്ജത്തെയാണ് നമ്മൾ ഡെൽറ്റ വി, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഇതാണ് ബഹിരാകാശത്തെ കറൻസി. ഇവിടെയാണ് രസകരമായൊരു കണക്കുള്ളത്. ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങാൻ വേണ്ടതിനേക്കാൾ കുറഞ്ഞ ഡെൽറ്റ വി മതി പല നിയർ എർത്ത് ആസ്ട്രോയിഡുകളിലും എത്തിച്ചേരാൻ. ഉദാഹരണത്തിന് ചന്ദ്രനിൽ ഇറങ്ങാൻ ഏകദേശം 6 km/s വേഗത മാറ്റം ആവശ്യമാണെങ്കിൽ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ചില ഛിന്നഗ്രഹങ്ങളിൽ എത്താൻ ഏകദേശം 4 മുതൽ 4.5 km/s മതി എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. അതായത് എനർജി ബഡ്ജറ്റ് നോക്കിയാൽ ചന്ദ്രനേക്കാൾ അടുത്ത് കിടക്കുന്നത് ഈ പാറകളാണ്. അതുകൊണ്ട് മൈനിങ് കമ്പനികൾ ആദ്യം പോകുന്നത് ഏറ്റവും കൂടുതൽ സ്വർണ്ണമുള്ള ഇടത്തേക്കല്ല, ഏറ്റവും കുറഞ്ഞ ഇന്ധനത്തിൽ പോയി വരാൻ പറ്റുന്ന ലോ ഡെൽറ്റ വി ടാർജറ്റ്സ് ഇടങ്ങളിലേക്കാണ്. സ്വർണത്തേക്കാൾ വില അവിടെ വരെ എത്താൻ കത്തിക്കുന്ന റോക്കറ്റ് ഫ്യൂവലിനാണ്. നമ്മൾ സ്വർണത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും സംസാരിച്ചു. പക്ഷേ ഈ പാറയിൽ നിന്ന് 1 കിലോഗ്രാം ലോഹമെങ്കിലും പുറത്തെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ജയിക്കേണ്ടത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വില്ലനെയാണ്, മൈക്രോഗ്രാവിറ്റി. ഭൂമിയിലെ മൈനിങ് ലോജിക് ബഹിരാകാശത്ത് വർക്കാകില്ല. ഭൂമിയിൽ നമ്മൾ പാറയിലേക്ക് ഡ്രില്ലർ ഇറക്കുമ്പോൾ ഭൂമിയുടെ ഗുരുത്വാകർഷണം ആ മെഷീനെ താഴേക്ക് പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നാൽ ഒരു ആസ്ട്രോയിഡിൽ താരതമ്യേന ഗ്രാവിറ്റി ഏറെക്കുറെ 0ആണ്. അവിടെ സ്ഥിരമായി പിടിച്ചു നിൽക്കുക അത്യന്തം ബുദ്ധിമുട്ടാണ്. ന്യൂട്ടൻ്റെ 3rd ലോ ഓഫ് മോഷൻ ഇവിടെ നമുക്കെതിരെ പ്രവർത്തിക്കും. നമ്മളൊരു പാറയിൽ ചുറ്റികൊണ്ടടിച്ചാൽ പാറ അവിടെ തന്നെ നിൽക്കും. പക്ഷേ ആ ഫോഴ്സിൽ നമ്മൾ ബഹിരാകാശത്തേക്ക് തെറിച്ചു പോകും. അതുകൊണ്ട് ഒരു സാധാരണ ഡ്രില്ലിംഗ് അവിടെ നടക്കില്ല. അവിടെ നമുക്ക് വേണ്ടത് ഡ്രില്ലിംഗ് അല്ല, ആങ്കറിംഗ് ആണ്. ഛിന്നഗ്രഹങ്ങളിൽ ഇറങ്ങുന്നതിന് പകരം ഹാർപ്പൂണുകൾ ഉപയോഗിച്ച് പേടകത്തെ പാറയുമായി ബന്ധിപ്പിക്കേണ്ടി വരും. എന്നാൽ വെല്ലുവിളി അവിടെയും തീരുന്നില്ല. അടുത്ത പ്രശ്നം പൊടിപടലങ്ങളാണ്, അതായത് റീഗോലിത്ത്. ഭൂമിയിലെ മണ്ണല്ല ബഹിരാകാശത്തെ മണ്ണ്. അന്തരീക്ഷമില്ലാത്തതുകൊണ്ട് കോടിക്കണക്കിന് വർഷങ്ങളായി സൂര്യനിൽ നിന്നുള്ള റേഡിയേഷൻ ഏറ്റ് ഈ പൊടിപടലങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് ലഭിച്ചിട്ടുണ്ടാവാം. നമ്മളൊന്ന് തൊട്ടാൽ മതി ഈ പൊടിപടലങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് കാരണം പേടകത്തിൻ്റെ സോളാർ പാനലുകളിലും ഗിയറുകളിലും പറ്റിപ്പിടിക്കും. മാത്രമല്ല ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് ഖനനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊടി താഴേക്ക് വീഴില്ല. അതും പേടകത്തിന് ചുറ്റും ഒരു മേഘം പോലെ ഉയർന്നു നിൽക്കും. ചുരുക്കത്തിൽ ഓരോ മൈനിങ് സൈറ്റും ഒരു എഞ്ചിനീയറിംഗ് ഡെത്ത് ട്രാപ്പാണ്. അതുകൊണ്ട് സിനിമകളിൽ കാണുന്നത് പോലെ ബ്ലാസ്റ്റിംഗ് അവിടെ നടക്കില്ല, മറിച്ച് വളരെ സൂക്ഷ്മമായ രീതികളാണ്. ഒപ്റ്റിക്കൽ മൈനിങ്. സി ടൈപ്പ് ഛിന്നഗ്രഹങ്ങളിൽ ഡ്രില്ലറുകൾക്ക് പകരം വലിയ മിറേഴ്സ് ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കുന്നു. ആ ചൂടിൽ പാറയിലെ വെള്ളം ആവിയായി പുറത്തേക്ക് വരുന്നു. പിന്നൊന്ന് മാഗ്നറ്റിക് റേക്സ് ആണ്. എം ടൈപ്പ് ആസ്ട്രോയിഡ്സിൽ കാന്തങ്ങൾ ഉപയോഗിച്ച് ഉപരിതലത്തിലെ അയഞ്ഞ ലോഹങ്ങളെ മാത്രം ശേഖരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ഓർക്കുക, ഈ സാങ്കേതികവിദ്യകളെല്ലാം പരീക്ഷണ ഘട്ടത്തിലാണ്. ഒരു ആസ്ട്രോയിഡിൽ തൊട്ടുരുമി പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ തങ്ങി നിന്ന് 10 കണക്കിന് ലോഹം കുഴിച്ചെടുക്കുക എന്നത് ഇന്നത്തെ സാങ്കേതികവിദ്യയിൽ ഒരു വലിയ ബാലികേറാമല തന്നെയാണ്. എഞ്ചിനീയറിംഗ് വെല്ലുവിളി ജയിച്ചാലും അടുത്തത് ലോജിസ്റ്റിക്സ് ആണ്. ഖനനം ചെയ്ത അസംസ്കൃത വസ്തുക്കൾ ആരും ഭൂമിയിലേക്ക് കൊണ്ടുവരില്ല. കാരണം ലളിതമാണ്. ഭാരം ടൺ കണക്കിന് മണ്ണും പാഴ്വസ്തുക്കളും ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ റോക്കറ്റിൽ കയറ്റുന്ന ചെലവ് അതിൽ നിന്ന് കിട്ടുന്ന സ്വർണത്തിൻ്റെ വിലയേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് റിഫൈനിങ് നടക്കുന്നത് ബഹിരാകാശത്ത് വെച്ച് തന്നെ ആയിരിക്കണം. ഇരുമ്പും നിക്കലും മിക്കവാറും അവിടെ തന്നെ സൂക്ഷിക്കപ്പെടും. വെള്ളം ഹൈഡ്രജനും ഓക്സിജനുമായി മാറ്റി സ്പേസിൽ തന്നെ സൂക്ഷിക്കുമായിരിക്കാം. ഏറ്റവും വിലപിടിപ്പുള്ള പ്ലാറ്റിനം, ഗോൾഡ് എന്നിവ മാത്രം ചെറിയ കട്ടികളാക്കി ഭൂമിയിലേക്ക് അയക്കുന്നു. ഇനി നമുക്ക് ആ വലിയ ചോദ്യത്തിലേക്ക് വരാം. വാട്ട് ഇഫ് യഥാർത്ഥത്തിൽ ഒരു എം ടൈപ്പ് ആസ്ട്രോയിഡിനെ നമ്മൾ വിജയകരമായി ഖനനം ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്കൊരു കണക്ക് നോക്കാം. വെറും 100 മീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ലോഹ ആസ്ട്രോയിഡിനെ സങ്കല്പിക്കുക. അതിൻ്റെ ഭാരം 4 മില്യണോളം ടൺ വരെ വരാം.
കാരണം സാധാരണ പാറകളേക്കാൾ സാന്ദ്രത വളരെ കൂടുതലാണ് ഇവയ്ക്ക്. ഇതിൽ ഭൂരിഭാഗവും ഇരുമ്പായിരിക്കും. എന്നാൽ അതിലടങ്ങിയിരിക്കുന്ന ട്രേസ് എമൗണ്ട് സ്വർണവും പ്ലാറ്റിനവും മാത്രം എടുത്താൽ പോലും അത് ഇന്ന് ഭൂമിയിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വരാം. പക്ഷേ അത് ഉറപ്പിച്ച് പറയാൻ കോൺസെൻട്രേഷൻ, അതായത് ppm എത്രയാണെന്ന് അറിയണം. അത് ആസ്ട്രോയിഡ് ടു ആസ്ട്രോയിഡ് മാറിക്കൊണ്ടിരിക്കും. ഇതൊരു നല്ല വാർത്തയാണോ? പെട്ടെന്ന് നോക്കിയാൽ തോന്നും അതേ എന്ന്. പക്ഷേ സാമ്പത്തിക ശാസ്ത്രം പറയുന്നത് ഇതൊരു വലിയ ദുരന്തമായിരിക്കുമെന്നാണ്. സ്കേഴ്സിറ്റി ക്രിയേറ്റ്സ് വാല്യൂ. ഭൂമിയിൽ പ്ലാറ്റിനത്തിന് വിലയുള്ളത് അത് അപൂർവമായതുകൊണ്ടാണ്. നമ്മൾ ഈ സ്വർണം മുഴുവൻ ഒറ്റയടിക്ക് ഭൂമിയിൽ എത്തിച്ചാൽ മാർക്കറ്റ് ഡിസ്ട്രപ്ഷൻ സംഭവിക്കും. മാർക്കറ്റിൽ സാധനം കൂടുമ്പോൾ വില കുത്തനെ ഇടിയും. ചുരുക്കത്തിൽ ബഹിരാകാശത്തെ ആ $1 ട്രില്യൺ നിധി ഭൂമിയിൽ എത്തുമ്പോൾ വെറും മെറ്റൽ സ്ക്രാപ്പിൻ്റെ വിലയിലേക്ക് മാറും. അതുകൊണ്ട് ഭാവിയിലെ സ്പേസ് മൈനേഴ്സ് ഇതൊരിക്കലും ഒറ്റയടിക്ക് ഭൂമിയിൽ ഇറക്കില്ല. വിപണി നിയന്ത്രിക്കാൻ വേണ്ടി കുറേശ്ശെയായി മാത്രമായിരിക്കും ഇവർ പുറത്തുവിടുകയുള്ളൂ. പക്ഷേ സാമ്പത്തിക തകർച്ചയേക്കാൾ വലിയൊരു പ്രശ്നം ഇതിലുണ്ട്. അതാണ് നിയമം. ആർക്കാണ് ഈ ആസ്ട്രോയിഡുകളുടെ ഉടമസ്ഥാവകാശം? ബഹിരാകാശത്തിന് അതിർത്തികളില്ല, പക്ഷേ നിയമങ്ങളുണ്ട്. 1967 ഔട്ടർ സ്പേസ് ട്രീറ്റി പ്രകാരം ബഹിരാകാശത്തുള്ള ഓരോ വസ്തുവും, അതിപ്പോൾ ചന്ദ്രനായാലും ആസ്ട്രോയിഡ് ആയാലും, ഒരു രാജ്യത്തിനും സ്വന്തമാക്കാൻ അവകാശമില്ല. സ്പേസ് ഈസ് ദ പ്രൊവിൻസ് ഓഫ് ഓൾ മാൻകൈൻഡ്. പക്ഷേ അവിടെ ഒരു പഴുതുണ്ട്. ഇത് ട്രീറ്റിയെ മറികടക്കുന്നു എന്ന് അവർ പറയുന്നില്ല. ട്രീറ്റിയുടെ പരിധിക്കുള്ളിൽ റിസോഴ്സ് ഓണർഷിപ്പ് എന്ന രീതിയിൽ ഒരു നാഷണൽ ഇൻ്റർപ്രിട്ടേഷനാണ്. 2015 അമേരിക്ക പാസാക്കിയ സ്പേസ് ആക്ട് പ്രകാരം ആർക്കും ആസ്ട്രോയിഡ് സ്വന്തമാക്കാൻ കഴിയില്ല. പക്ഷേ അതിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന വിഭവങ്ങൾ സ്വന്തമാക്കാം. അതായത് പുഴ ആരുടെയും അല്ല, പക്ഷേ പുഴയിൽ നിന്ന് കിട്ടുന്ന വെള്ളം നമുക്കെടുക്കാം എന്ന് പറയുന്നത് പോലെ. ഇതൊരു വലിയ സംഘർഷത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് എന്ന രീതിയിൽ ബഹിരാകാശത്തൊരു വൈൽഡ് വെസ്റ്റ് സാഹചര്യം ഇത് സൃഷ്ടിക്കും. ആരാണോ ആദ്യം അവിടെ എത്തുന്നത് അവർ നിയമം തീരുമാനിക്കും. നിയമങ്ങൾക്കും ലാഭക്കണക്കുകൾക്കും അപ്പുറം ഈ ദൗത്യത്തിന് മനുഷ്യരാശിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ഒരു മുഖം കൂടിയുണ്ട്. നമ്മൾ മൈനിങ്ങിന് വേണ്ടി വികസിപ്പിക്കുന്ന അതേ സാങ്കേതികവിദ്യ തന്നെയാണ് നാളെ ഭൂമിയെ രക്ഷിക്കാൻ പോകുന്നത്. 66 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ദിനോസറുകളെ ഇല്ലാതാക്കിയതുപോലെ ആസ്ട്രോയിഡുകൾ ഇനിയും വന്നേക്കാം. ഒരു ആസ്ട്രോയിഡ് ഖനനം ചെയ്യാൻ നമ്മൾ അതിൽ ലാൻഡ് ചെയ്യണം, അതിനെ തുരക്കണം, ആവശ്യമെങ്കിൽ അതിൻ്റെ ഗതി മാറ്റണം. കൃത്യം ഇതേ കാര്യമാണ് 2022 നാസയുടെ ഡാർട്ട് മിഷൻ ചെയ്തത്. ഒരു പേടകത്തെ കൊണ്ടുപോയി ഇടിപ്പിച്ച് ഒരു ആസ്ട്രോയിഡിൻ്റെ ഭ്രമണപഥം മാറ്റാൻ നമുക്ക് സാധിച്ചു. ഇവിടെയാണ് ദ ഗ്രേറ്റ് ഐറണി. പണത്തിന് വേണ്ടിയുള്ള അത്യാഗ്രഹം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു ആസ്ട്രോയിഡിനെ പിടിച്ചു നിർത്താമെന്നാണ്. സ്വർണം കുഴിച്ചെടുക്കാൻ നമ്മൾ പഠിക്കുന്ന അതേ എഞ്ചിനീയറിംഗ് മതി ഭൂമിക്ക് നേരെ വരുന്ന ഒരു പാറയെ വഴിതിരിച്ചുവിടാനും. അതുകൊണ്ട് ആസ്ട്രോയിഡ് മൈനിങ് എന്നത് വെറും ഒരു സാമ്പത്തിക പദ്ധതിയല്ല, അതൊരു ഇൻഷുറൻസ് പോളിസി കൂടിയാണ്. ദിനോസറുകൾക്ക് സ്പേസ് പ്രോഗ്രാം ഇല്ലായിരുന്നു, അതുകൊണ്ട് അവർ ഇല്ലാതായി. നമുക്കതുണ്ട്. ചുരുക്കത്തിൽ ആസ്ട്രോയിഡ് മൈനിങ് എന്നത് പെട്ടെന്ന് പണക്കാരനാകാനുള്ള ഒരു വഴിയല്ല, അത് മനുഷ്യ സംസ്കാരത്തിൻ്റെ ഒരു സിവിലൈസേഷൻ ഷിഫ്റ്റാണ്. ഇത്രയും നാൾ ഭൂമിയായിരുന്നു നമ്മുടെ ഏക സ്രോതസ്സ്. എന്നാൽ ആസ്ട്രോയിഡ് മൈനിങ് വരുന്നതോടെ ഭൂമി വെറും ഒരു ഉപഭോക്താവ് മാത്രമായി മാറും. ഫാക്ടറികളും ഖനികളും എല്ലാം ബഹിരാകാശത്തേക്ക് മാറും. ആകാശത്ത് കാണുന്ന ആ പാറക്കഷ്ണങ്ങൾ ഭൂമിയിൽ വന്നിടിക്കുന്ന ദുരന്തങ്ങളാണോ അതോ മനുഷ്യൻ്റെ ഭാവി നിർമ്മിക്കാനുള്ള കട്ടകളാണോ? ഉത്തരം നമ്മുടെ സാങ്കേതികവിദ്യയിലും അതിലുപരി നമ്മുടെ കാഴ്ചപ്പാടിലുമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇറ്റ്സ് ഇൻഫോടൈം സൈനിങ് ഓഫ്.